ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പെരുന്നാളൊക്കെ എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസം ആയി ഞാനിങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അടുക്കളയിൽ കാര്യമായിട്ടുള്ള പാത്രങ്ങളൊന്നും ഈ അടുക്കളയിൽ മാത്രമായിട്ട് വെക്കാറില്ല കേട്ടോ. സ്റ്റോർ റൂമിലാണ് പാത്രങ്ങൾ കൂടുതലായിട്ടുള്ളതൊക്കെ വെക്കാറുള്ളത്. ഇവിടെ ആവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങളും പിന്നെ നമ്മൾ പൊടികളിട്ടേക്കുന്ന കുറച്ച് ഡപ്പകളും അതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സ്റ്റോർ റൂമിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ആദ്യം മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മേലെ ഷീറ്റിൻ്റെ അവിടെ ഒന്ന് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തട്ടണം. അപ്പോൾ ഗ്യാസൊന്ന് ഞാൻ മൂടി വെച്ചതാണ് കേട്ടോ. ഒരു തുണിയുണ്ട് മൂടി വെച്ചാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ മാറാലൊന്ന് തട്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചൂല് കൊണ്ട് തന്നെയാണ് കേട്ടോ തട്ടണേ. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇങ്ങനെ എന്തായാലും ഇവിടെ ഇങ്ങനെ അടുപ്പിലിങ്ങനെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ കരി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് അതൊന്ന് തട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ തട്ടുന്ന ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചെതലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് തട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം മാറാല ഒക്കെ ഒന്ന് തട്ടിക്കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ ഈ ജനൽ കുറേ ആയിട്ടോ ഒന്ന് തുടച്ചിട്ട് കാരണം വെള്ളം പാർന്നിട്ടൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് കുറേ ആയി. അപ്പോൾ അതൊന്ന് വെള്ളം പാർന്നിട്ടൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് എഴുതിയിട്ടോ. ഇതിൽ ഈ അടുക്കളയുടെ ഈ ജനലിന് വാതിലില്ല കേട്ടോ. ഇവിടെ വാതിൽ വെച്ചിട്ടില്ല. ആദ്യത്തെ അടുക്കള എങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇത് പിന്നീട് എടുത്തിട്ടുള്ള അടുക്കളയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പിന്നീട് എടുത്തതാവുകൊണ്ടാണ് അടുക്കള മാത്രമായിട്ട് ടൈലൊക്കെ ഇട്ടിട്ട് ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഈ അടുക്കള ഭാഗത്തുള്ള ഈ ജനലിന് നെറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. വാതിൽ വെച്ചിട്ടില്ല, അതിന് പകരം നെറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ജനലിൽ നിൽക്കുന്ന ഭാഗത്തായിരുന്നു കേട്ടോ ആദ്യം പുറത്തേക്കുള്ള വഴിയുള്ളത്. അടുക്കള ഭാഗത്ത് പുറത്തേക്കുള്ള വഴി ഉണ്ടാകുന്നത് ഈ ജനൽ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ മുറ്റത്തായിട്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ കിണറുണ്ടായിരുന്നത്. അപ്പോൾ കിണർ പിന്നെ ഒരു വട്ടം ഇവിടെ എല്ലാവരും കിണർ തേവാൻ വേണ്ടിയിട്ട് ഏട്ടനും ഇവിടുത്തെ ചേച്ചിയുടെ മകനും അവർ രണ്ടാളും കിണർ ഒന്ന് തേവാൻ വേണ്ടിയിട്ട് വെള്ളം കുറഞ്ഞപ്പോൾ ഒന്ന് തേവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേവി കഴിഞ്ഞിട്ട് അവർ കയറിയ ഉടനെ തന്നെ അതിലുള്ള റിങ്ങൊക്കെ ഇടിഞ്ഞ് താഴത്തേക്ക് ഫുള്ളായിട്ട് ഇടിഞ്ഞ് വീണു കേട്ടോ. ആ റിങ് മൊത്തത്തിൽ ഇടിഞ്ഞ് വീണ് ഫുള്ളായിട്ട് പിന്നെ കിണർ തന്നെ അങ്ങനെ ഇടിഞ്ഞ് വീണ് ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ കിണർ പിന്നെ മാറി കുഴിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഈ കിണറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം വാതിൽ തുറക്കില്ലേ ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ സ്ഥാനത്ത് ജനലും വെച്ചു, പിന്നെ ഇപ്പുറത്ത് വാതിലും വെച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഉണ്ടായത്. ഈ അടുക്കള നിൽക്കുന്ന സ്ഥലം ഈ സ്ഥാനം ശരിയായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അടുക്കള പുതിയത് ഇങ്ങനെ ആക്കിയതാണ്. ഇവിടെ തന്നെയായിരുന്നു അടുക്കള. അപ്പോൾ അതൊന്നും ഇങ്ങനെ മാറ്റി സ്റ്റോർ റൂമൊക്കെ ആയിട്ട് മാറ്റിയതാണ് കേട്ടോ. ആദ്യം സ്റ്റോർ റൂമൊന്നും ഉണ്ടാകുന്നില്ല, അങ്ങനെ നീളത്തിലൊരു അടുക്കള അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലീനിങ്ങൊക്കെ ജനലൊക്കെ ഒന്ന് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്, തുടച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ അടിയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഇനി ഗ്യാസ് തുടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പം കാര്യമായിട്ടുള്ള പൊടി മാറാലയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഉണ്ടായിരുന്നു ഈ ഭാഗം കരി. നമ്മൾ ഇങ്ങനത്തെ അടുപ്പാണെങ്കിലും കരി അത്യാവശ്യമൊക്കെ വരും കേട്ടോ. അപ്പം കരി എന്തായാലും ഉണ്ടാകുന്നു. പിന്നെ മഴക്കാലം ആയാലാണ് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. വേനൽക്കാലത്ത് ഇങ്ങനെ കരി കെട്ടിയാൽ അത് നമ്മളങ്ങനെ മാറാലൊക്കെ തട്ടി അങ്ങനെ ഇതാക്കിയാൽ ശരിയാവും. മഴക്കാലത്താകുമ്പോൾ ഈ കരി ഫുള്ള് അവിടെ ഇങ്ങനെ തങ്ങി നിന്നിട്ട് നമ്മൾ പാചകം കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പുകയൊക്കെ ചെന്നിട്ട് അങ്ങനെ മേലെ അങ്ങനെ വെള്ളമായി നിന്ന് അങ്ങനെ ആ വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങും.
മഴക്കാലത്ത് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കരി മൊത്തമായിട്ടുണ്ടാവും, നമ്മൾ പാചകം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവും, കരി ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. വേനൽക്കാലത്ത് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം എന്തായാലും മേലിൽ നിന്ന് വീണിട്ടുള്ള തട്ടിയിട്ടുള്ള കരികളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തുടച്ചെടുത്ത് പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്, എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറും കറികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അല്ലെങ്കിൽ രണ്ടും പാടെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നിനൊന്നിനും സമയം കിട്ടാതെ ആവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുക്കിങ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ക്ലീനിങ് മാത്രം അങ്ങോട്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പം എന്തായാലും ഇവിടെയൊക്കെ ഇതാ നല്ലോണം ഒന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുടപ്പ് കഴുകി ഒലമ്പി കൊണ്ടുവരണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു തുടപ്പ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഞാൻ ഗ്യാസ് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. അപ്പം പാത്രം കഴുകണ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് തുടച്ചെടുത്തിട്ടുള്ളത്. എന്നാലും പിന്നെ കരി കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയി കിട്ടുള്ളൂ. അങ്ങനെ അടുക്കള ഇത് മേൽഭാഗം അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചുമരൊക്കെ ഞാൻ മേലെ ഒന്ന് തട്ടി ആ സമയം തന്നെ ചുമരൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഫുള്ളായിട്ട് മേൽഭാഗം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി അടിഭാഗത്തുള്ള കരിയൊക്കെ ഒന്ന് അടിച്ച് കോരി കളഞ്ഞ് പിന്നെ തുടച്ചെടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഈ ഒരു ടേബിളിൻ്റെ ഈ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ ഇവിടെയും അത്യാവശ്യത്തിനേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. മറ്റേത് നമ്മൾ വിറകടുപ്പ് അവിടെ കത്തിക്കുന്ന ആ ഭാഗത്താണ് കൂടുതലായിട്ട് കരിയുള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ ചെറുതായിട്ട് മാറാലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തട്ടി കൊടുത്തു. പിന്നെ മിക്സി ഒന്ന് തുടച്ചിട്ടു. പിന്നെ ഈ മേശയുടെ മേലെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ഇത് പഴയ മേശയാണ്. ഇവിടെ ഈ ഒരു മേശയിലായിരുന്നു ആദ്യത്തെ അടുക്കളയിൽ പിന്നെ ഇങ്ങനെ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മേശയുടെ മേലെയായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ അടുക്കള ഇങ്ങനെ ആക്കിയപ്പോൾ പിന്നെ ഇവിടെ സ്പേസ് ഉണ്ടായി, അപ്പോൾ ഇവിടെ വെച്ചു. അങ്ങനെ അതും അവിടെ തുടച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗം ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ അവിടെയുള്ള കൂടുകളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വന്ന് അവിടെ കൊടുന്ന് വെച്ചു കേട്ടോ. അതിലുള്ള പാത്രങ്ങളൊക്കെ അതിലേക്ക് തന്നെ മാറ്റി വയ്ക്കണം. പാത്രങ്ങൾ ഉണ്ടാകുന്നതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിൽ വെക്കാനുണ്ട്. പിന്നെ അതിലുള്ള ഓരോ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി അതൊക്കെ ഇട്ട് വെച്ച ഡപ്പകളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ വെക്കുന്നുണ്ട്. ഈ കൂടുകൾ ഈ പൊടികൾ വയ്ക്കുന്നത് കൂട് ഞാൻ പിന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ആദ്യത്തെ അടുക്കളയിൽ വലിയൊരു കൂടാണ് കേട്ടോ ചുമരിലുണ്ടായിരുന്നത്. അതിൽ പാത്രങ്ങളും ഇങ്ങനത്തെ പൊടികളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കൂടായിരുന്നു കേട്ടോ. മരത്തിൻ്റെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെതൽ നിന്ന് അങ്ങനെ കേട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റോർ റൂമിൻ്റെ ഭാഗത്താണ് ആ ഒരു കൂട് ഉണ്ടായിരുന്നത് കേട്ടോ, മരത്തിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കള ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പൊടികളൊക്കെ വെക്കാനുള്ള കൂടൊന്നും പിന്നെ അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ പാത്രങ്ങൾ അടുക്കി വയ്ക്കുന്ന ആദ്യം തന്നെ ഉള്ളതാണ്, ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിലത്തൊന്നും ആദ്യം അടിച്ചിട്ടു, കരിയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം വെറുതെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ വിറക് വയ്ക്കുന്ന ഭാഗം, വിറക് വയ്ക്കുന്ന അവിടെ വിറകൊക്കെ ഒന്ന് പുറത്തേക്ക് കിട്ടും. അതിൽ കുറച്ച് വിറകുള്ളൂ കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചാക്കിലായിട്ടായിരുന്നു കേട്ടോ, 2 ചാക്കിൻ്റെ മേലായിട്ടാണ് വിറക് വെച്ചിട്ടുണ്ടാകുന്നത് കേട്ടോ. നിലത്തായിട്ട് അങ്ങനെ വിറക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചാക്കൊടുക്കനെ അങ്ങനെ പുറത്ത് കൊടുന്ന് വെച്ചു കേട്ടോ. അങ്ങനെ വിറകുകളൊക്കെ പുറത്ത് വെച്ചു. പിന്നെ അവിടെ അത്യാവശ്യത്തിന് ചെതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂലുകൊണ്ട് അടിച്ചെടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി ഇട്ടു കേട്ടോ. അപ്പോൾ അത് ഇത്രത്തോനെ ചെതലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ പുറത്ത് കൊണ്ടുപോയി ഇട്ടു. പിന്നെ അവിടെയൊക്കെ ഒന്ന് നല്ലോണം ക്ലീനാക്കി ഇട്ടു. പിന്നെ ഈ പാത്രം കഴുകണ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ടു കേട്ടോ. അങ്ങനെ ക്ലീനിങ് മൊത്തം, അടുക്കള മാത്രമായിട്ടുള്ള ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിറകൊക്കെ കൊടുന്ന് വെച്ചു കേട്ടോ അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അടുക്കള ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്